പരിണയം. നിനക്കെന്താടി പറഞ്ഞാൽ കേൾക്കാൻ മേലാത്തത്? എൻ്റെ കുടുംബം അതെനിക്ക് വലിയ കാര്യം തന്നെയാണ്. പിന്നെ ഇതൊന്നും അറിയാതെ അല്ലല്ലോ പൊന്നുമോളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി നിൽക്കാനുണ്ടെങ്കിൽ നിനക്കിവിടെ നിൽക്കാം. അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ ഉണ്ണി, ബാക്കിയൂടെ നീ പറഞ്ഞാൽ വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല ഞാൻ. നീ തന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതാ എന്നെ ഇങ്ങോട്ട്. എന്നിട്ട് ഇതുപോലെ എന്നോട് എന്തിനാ? നിന്നെ ഇങ്ങോട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവന്നതാണെങ്കിൽ നീ എൻ്റെ കാര്യം നോക്കി ഇവിടെ നിന്നോണം. അല്ലാതെ വീട്ടിൽ അവരത് ചെയ്തു ഇത് ചെയ്തു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് എൻ്റെ സമാധാനം കളയാൻ വന്ന പിന്നെ വീട്ടിൽ പ്രശ്നമുണ്ടാക്കിയ നീ വിവരം അറിയും റിയ. ഓഹോ, നിങ്ങളുടെ അമ്മയും പെങ്ങളും എല്ലാവരും നല്ലവര്. ഞാൻ മാത്രമാണല്ലോ ഇവിടുത്തെ പ്രശ്നം. ഞാൻ വന്നതുകൊണ്ടായിരിക്കും ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടായതല്ലേ? ഉണ്ണി, കണ്ണടച്ച് ഇരുട്ടാക്കാൻ നോക്കരുത് നീ. നീയാണല്ലോ അവളെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് സമയത്ത് കാലുവാരി ഈ പ്രശ്നം മുഴുവൻ തുടങ്ങി വെച്ചത്. എന്നിട്ട് എന്നെ ഉണ്ടല്ലോ. അവനും മുൻപിൽ അതും പറഞ്ഞുകൊണ്ട് വിരല് നീട്ടിയവളെ അവനും ദേഷ്യത്തോടെ ഒന്ന് നോക്കി. പിന്നെ കട്ടിലേക്ക് തള്ളിയിട്ട് അവൻ ഇറങ്ങി വെളിയിലേക്ക് പോയി. ഉണ്ണി പോയി കഴിഞ്ഞപ്പോൾ അവൾ പതുക്കെ കട്ടിലേക്ക് എഴുന്നേറ്റിരുന്നു. അങ്ങനെ ഈ റിയയെ തോൽപ്പിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം, എൻ്റെ ഇഷ്ടങ്ങൾ, അതാണ് വലുത്. അല്ലാതെ ഈ വീട്ടിലെ എല്ലാവരുടെയും ആട്ടും തുപ്പും സഹിച്ചു നിൽക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. അത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ ഫോണെടുത്ത് ആരോടോ ചാറ്റ് ചെയ്തു അവിടെ ഇരുന്നു. നിമ്മി ഇതേ സമയം, നിമ്മി, സമയം ഇപ്പം തന്നെ 9:30 കഴിഞ്ഞു. ഇത്രയും നേരമായിട്ട് നിന്റെ മൂത്ത മകനും മരുമകൾക്കും കഴിക്കാൻ വരാറായില്ലേ? നോക്കിയിരിക്കാനൊന്നും ഇവിടെ ആരെയും കിട്ടില്ല. എനിക്കറിയില്ല മുകുന്ദേട്ടാ ഇവരുടെയൊക്കെ കാര്യങ്ങൾ. വേണ്ടിയവർ വരും, വന്നിട്ട് കഴിക്കും. അല്ലാതെ ആരെയും നോക്കിയിരിക്കേണ്ട കാര്യമൊന്നും ഇവിടെ ആർക്കുമില്ല. അതും പറഞ്ഞുകൊണ്ട് അവർ കഴിക്കാനുള്ളതെല്ലാം വിളമ്പി തുടങ്ങി. അമ്മു, നീ ഒരു കാര്യം ചെയ്യേ, അവരെ വിളിച്ചിട്ട് പോരെ. ഇനി വിളിച്ചില്ല കേട്ടില്ല എന്നൊന്നും വേണ്ട. മുകുന്ദൻ അത് പറഞ്ഞപ്പോൾ ഇഷ്ടക്കേടോടെ തന്നെ ആണെങ്കിലും അമ്മു കസേരയിൽ നിന്നും എഴുന്നേറ്റ് മുകളിലേക്ക് നടന്നു. പോയതിനേക്കാൾ വേഗത്തിൽ ഇറങ്ങി വരുന്ന അവളെ കണ്ടപ്പോൾ എന്തോ കാര്യം എന്നറിയാതെ നിമ്മിയും മുകുന്ദനും അവളെ നോക്കി. എന്താ അമ്മു? ഏട്ടാ അവിടെ ഇല്ല അച്ഛാ. പിന്നെ റിയയോട് കഴിക്കാൻ വരാൻ പറഞ്ഞതിന് നമ്മുടെ കൂടെ കഴിക്കാൻ ഇപ്പോൾ സൗകര്യമില്ലെന്ന് പറഞ്ഞു. അമ്മു അത് പറഞ്ഞപ്പോൾ ശ്രീ പതുക്കെ മുഖമുയർത്തി ഒന്ന് നോക്കി. താൻ കാരണമാണോ ഈ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം എന്ന് അവൾക്ക് ഉള്ളിൽ ആരോ ഇരുന്ന് പറയുന്നത് പോലെ തോന്നി. മോൾ ഇതൊന്നും കേട്ട് ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. കഴിക്കാൻ നോക്കിക്കേ. ഇപ്പോൾ തന്നെ ഒത്തിരി സമയമായി, മരുന്ന് കഴിച്ച് കിടക്കാനുള്ളതല്ലേ. നിമ്മി ഒരു ആശ്വാസ വാക്ക് പറഞ്ഞു. സ്ത്രീയെ അവിടെ തന്നെ പിടിച്ചിരുത്തി അവൾക്ക് കഴിക്കാനുള്ളതെല്ലാം ഓരോന്നായി എടുത്തു കൊടുക്കുകയും മറ്റുള്ളവരും അവർക്കൊപ്പം തന്നെ ഇരുന്ന് കഴിച്ചു തുടങ്ങി. തൊണ്ടക്കുഴിയിൽ നിന്ന് ഭക്ഷണം ഇറങ്ങാത്തതുപോലെ എന്തൊക്കെയോ അസ്വസ്ഥതകളായിരുന്നു സ്ത്രീക്ക്. താൻ കാരണമാണോ ഈ വീടിൻ്റെ സമാധാനവും സ്വസ്ഥതയും പോയത്? താൻ ഇനിയും ഇവിടെ നിന്നാൽ അവർക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാകുമോ? അങ്ങനെ പലതരം ചിന്തകൾ അവളുടെ മനസ്സിലൂടെ കടന്നു വന്നുകൊണ്ടിരുന്നു. മോളെ, നിനക്ക് ആലോചിക്കാനൊക്കെ സമയം ഇനിയും ഉണ്ട്. ഇപ്പോൾ ഇതിരുന്ന് കഴിക്കാൻ നോക്കിക്കേ അങ്ങോട്ട് മര്യാദയ്ക്ക്. നിമ്മിയുടെ ആ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നത്. നോക്കുമ്പോൾ ചുറ്റുമുള്ളവരെല്ലാം കഴിച്ചെഴുന്നേറ്റ് പോയിട്ട് സമയം കുറേയായി. താൻ മാത്രമാണ് പ്ലേറ്റ് വെച്ച് അവിടെ ഇരിക്കുന്നത്. നിമ്മിയെ ഇനിയും ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി ശ്രീ അതിൽ നിന്നും എന്തൊക്കെയോ കിള്ളിപ്പിറക്കി കഴിച്ചു എന്ന് വരുത്തി. ഗുളികയും കൊടുത്തതിന് ശേഷമാണ് ശ്രീയെ അമ്മുവിൻ്റെ ഒപ്പം മുകളിലേക്ക് നിമ്മി അയച്ചത്. ഇനി ഏത് റൂമിലേക്ക് പോകണം എന്നുള്ള കാര്യത്തിൽ അവൾക്ക് വലിയ സംശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് MC കോളേജിൽ MSc കെമിസ്ട്രിയിൽ പഠിക്കുന്ന ഋഷികേഷ് മുകുന്ദനെ അറിയാത്ത ആരും ആ കോളേജിലില്ല. പിള്ളേരുടെ എല്ലാം ഹാൻസം റൊമാൻറ്റിക് ഹീറോ, അതാണ് റിച്ചു. സ്പോർട്സ്, ഗെയിംസ്, പാട്ട്, ഡാൻസ്, എന്തിനധികം അടിയിൽ പോലും മുൻപിൽ അവൻ കാണും. പിന്നെ പിള്ളേരുടെയൊക്കെ രോമാഞ്ചം സഖാവ് ഋഷികേഷ്. പഠനത്തിനൊപ്പം തന്നെ എല്ലാ മേഖലയിലും അവൻ അവൻ്റേതായ ഒരു മുദ്ര പതിപ്പിച്ചു. ഇതെല്ലാം അലങ്കാരമായി അവൻ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് മാസം 4ആയി. കോളേജ് ഗ്രൗണ്ടിലെ വാഗയുടെ ചുവട്ടിൽ കൂടിയതാണ് ത്രിമൂർത്തികൾ. എടാ റിച്ചു, ഇതിങ്ങനെ പോയാൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിള്ളേർക്ക് മൊത്തം പ്രശ്നമാണേ. എൻ്റെ സൂര്യ, അതിന് നമ്മൾ എന്നാ ചെയ്യും എന്നാ നീ ഈ പറയുന്നത്? വല്ല തല്ലുകേസും ആയിരുന്നാൽ ഒരു കൈ നോക്കാമായിരുന്നു. പിന്നെ നീ എന്ന് വെച്ചാൽ ആരാ? ഗുണ്ടാ സഖാവോ? അതോ പിച്ചാത്തി ഷാജിയാണോ? അല്ലേ കുങ്കുമപ്പൂവിലെ രുദ്രനാണോ മോനെ നീ? എടാ കോപ്പേ, നീ എൻ്റെ കയ്യിൽ നിന്ന് വല്ലതൊക്കെ വാങ്ങിക്കും. വായിലിരിക്കുന്നത് കേൾക്കണമെങ്കിൽ മിണ്ടാതിരുന്നു അവിടെ എങ്ങാനും. റിച്ചു കണ്ണനെ ഒന്ന് നോക്കി പേടിപ്പിച്ചു.
നീ രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഡിപ്പാർട്ട്മെന്റിൽ പുതിയ ടീച്ചർ ഇനിയെങ്കിലും വന്നില്ലെങ്കിൽ മോനെ മൊത്തം കാര്യം അവതാളത്തിലാകും. ഒന്നാമത് എക്സാം അടുത്ത് വരികയാ. ഇതുവരെയായിട്ടും ആ പേപ്പർ തൊട്ടുപോലും നോക്കിയിട്ടില്ല. റഫറൻസിന് ടെസ്റ്റ് പോലും കറക്റ്റ് കിട്ടുന്നില്ല. എൻ്റെ സൂര്യ, നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ എൻ്റെ കയ്യിലല്ലല്ലോ പുതിയ ടീച്ചറുടെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ. ചെയ്യാനുള്ള പവറും ഒന്നും നമുക്കില്ല. അങ്ങനെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ റിച്ചു? ഇത് നമ്മുടെ മാത്രം ഭാവിയുടെ കാര്യമല്ല. നമ്മൾ എങ്ങനെയെങ്കിലും സെർച്ച് ചെയ്ത് പഠിക്കും. എന്നാൽ ഡിഗ്രിക്ക് വന്നേക്കുന്ന കുട്ടികളും, അതും സെൽഫ് ഫിനാൻസ് എടുത്ത് വന്ന പല കുട്ടികളുമുണ്ട്. അവരുടെയൊക്കെ ഭാവി, അതേക്കുറിച്ച് കൂടി നമ്മൾ ആലോചിക്കണ്ടേ? എന്തെങ്കിലും ഒരു വഴി നോക്കാം. ഞാൻ ആദ്യം നമ്മുടെ HOD ഒന്ന് സംസാരിക്കട്ടെ. എന്നിട്ടും കാര്യത്തിന് തീരുമാനമൊന്നും ഉണ്ടായില്ലെങ്കിൽ നമുക്കൊരു സമരം തന്നെ അങ്ങ് സംഘടിപ്പിക്കാം. സമരമെങ്കിൽ സമരം. എന്ത് കുന്തം കാണിച്ചാലും കുഴപ്പമില്ല. എത്രയും പെട്ടെന്ന് ടീച്ചറെ കിട്ടണം. അല്ലെങ്കിൽ ഇത് സപ്ലി ആകും മോനെ. അപ്പോഴാണ് ഗ്രൗണ്ടിൻ്റെ വലത് സൈഡിൽ നിന്നും ഒരാൾ നടന്നു വരുന്നത് കാണുന്നത്. ആ മുഖത്ത് ചിരി കണ്ടപ്പോൾ തന്നെ സൂര്യയും കണ്ണനും ചെറുതായി കുശുകുശുപ്പ് തുടങ്ങി. മോനെ റിച്ചു, ആ ചിരിയും വരവും അത്ര പന്തിയില്ല. ഇവള് നിന്നെയും കൊണ്ട് പോവാനുള്ള പണിയാണ് മോനെ. ദേ സൂര്യ, ആവശ്യമില്ലാത്തത് പറയരുത് കേട്ടോ. ഇപ്പോൾ തന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം നിനക്കറിയാവുന്നതാണല്ലോ. എന്നിട്ട് ഇമാതിരി ഓഞ്ഞ കോമഡി അടിച്ചുണ്ടല്ലോ. ചോദിച്ചുകൊണ്ട് നോക്കി ഒരു പഞ്ച് അങ്ങ് കൊടുത്തു റിച്ചു. ഔച്ച്! എന്തൊരിടിയാടാ കാല ഇടിച്ചത്. സൂര്യ റിച്ചുവിനെ നോക്കി കലിപ്പിച്ചുകൊണ്ട് വയറൊന്നൊഴിഞ്ഞു. ഇനി ഇമ്മാതിരി തെമ്മാടിത്തരം പറഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഇതിനപ്പുറം പൊന്നുമോൻ കിട്ടും. അവർ അത്രയും പറഞ്ഞപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് അവൾ എത്തിക്കഴിഞ്ഞു. ഹായ് ചേട്ടന്മാരെ, എന്താ ഇവിടെ നിന്ന് പരിപാടി? ഒന്നുമില്ല പല്ലി, ഞങ്ങൾ വെറുതെ. സൂര്യൻ ചേട്ടാ, എന്നെ ഇങ്ങനെ പല്ലിന്ന് വിളിച്ച് കളിയാക്കാതെ. എൻ്റെ പേര് ഇതൊന്നും അല്ല. പ്ലീസ്, ക്ലാസ്സിൽ പോലും ആരും എൻ്റെ പേരൊന്നും വിളിക്കുന്നില്ല. അല്ല പല്ലവി കൊച്ചെന്താ ഇവിടെ? റിച്ചു ഇടയ്ക്ക് കയറി അത് ചോദിച്ചപ്പോൾ അവളുടെ നോട്ടം അവനിലേക്ക് മാത്രമായി ഒതുങ്ങിപ്പോയി. അവൻ്റെ മുഖത്തുകൂടെ അവളുടെ കണ്ണുകളൊന്ന് ഒഴുകി നടന്നു. പല്ലവി എടോ! റിച്ചു അവളെ ഒന്നുകൂടി കടുപ്പിച്ച് വിളിച്ചു. അവൾക്കാകെ ഒരു ജാള്യത തോന്നി. എന്താ? അവളുടെ ഒരു നിൽപ്പും ടെൻഷനും കണ്ടപ്പോൾ അവനും എന്തൊക്കെയോ ഒരു ഡൗട്ട് തോന്നി. ഒന്നുമില്ല ചേട്ടാ, ഞങ്ങൾ വെറുതെ. അവൾ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. വേഗം അവിടെ നിന്നും പോവാൻ നോക്കി. എന്നാൽ പിന്നെ കാണാം, അതും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോയി. ഇത് പണിയാ, നല്ല അസല് പണി. അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് റിച്ചു അവൾ പോകുന്നത് ഒന്നുകൂടെ നോക്കി. എടി പല്ലി, നീ എന്താ ഒന്നും പറയാഞ്ഞ്? കിട്ടിയ അവസരം അല്ലായിരുന്നോ മോളെ? ഒന്ന് പോയേ മിയ. ആ നോട്ടം കാണുമ്പോൾ എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോവടി. അതാ പ്രശ്നം. ദേ പല്ലി, നീ ആവശ്യമില്ലാത്ത പ്രശ്നത്തിനാ പോണേ. അവസാനം ഒറ്റയ്ക്കിരുന്ന് കരയേണ്ടി വരരുത്. നമുക്കൊക്കെ സ്വപ്നം കാണാൻ കഴിയില്ല അങ്ങേരെയൊക്കെ. പൂത്ത കാശാണ് മോളെ കയ്യിൽ. ഓ പിന്നെ പൂത്ത കാശ്. പ്രണയം തലയ്ക്ക് പിടിച്ചാൽ പിന്നെ ഇങ്ങേര് കൈവിട്ട് കളയാതിരിക്കാനുള്ളതൊക്കെ എനിക്കറിയാം. പല്ലി ഒരു ഗർവോടെ കൃഷ്ണയ്ക്ക് നേരെ നിന്നു. പിന്നെ നിന്റെ അറിവ് നമ്മുടെ കോളനിയിൽ എല്ലാവർക്കും അറിയാം മോളെ. നങ്കോമനയുടെ അല്ലേ മോള്? ദേ കൃഷ്ണ, എൻ്റെ അമ്മയെ പറഞ്ഞാലുണ്ടല്ലോ, നീ മേടിക്കും എൻ്റെ കയ്യിൽ നിന്ന്. പിന്നെ അങ്ങേരോട് പ്രേമം മൂത്ത് ഭ്രാന്തായിട്ടല്ല നീ അങ്ങേരുടെ പുറകെ പോകുന്നതെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം. പഠിച്ച് ജോലി വാങ്ങാൻ നിനക്ക് പറ്റില്ല. ഇതാണേൽ ഓസിലൊരു കോടീശ്വരനാകാം. അതല്ലേ മോളെ നിന്റെ മനസ്സിൽ? ചെറ്റത്തരം പറയാതെ. എൻ്റെ അഭിനയമൊന്നുമല്ല, ഒറിജിനൽ സ്നേഹം തന്നെ ഇത്. നോക്കാം മോളെ നിന്റെ ഈ പ്രണയം ഏതുവരെ പോകുമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് മിയ രണ്ടിനെയും ഒന്ന് നോക്കി. അത് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണ അവളെ സപ്പോർട്ട് ചെയ്തു. എൻ്റെ കൃഷ്ണമോളെ, നിന്നോട് എത്ര ദിവസമായി പറയുന്നു, ഇങ്ങനെ വീട്ടിൽ തന്നെ ചടഞ്ഞിരിക്കാതെ ഒന്നെങ്കിൽ എന്തെങ്കിലും പഠിക്കാൻ പോകും, അല്ലെങ്കിൽ മോൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ജോലി അത് അച്ഛൻ വാങ്ങിത്തരില്ലേ? ഞാൻ പറഞ്ഞല്ലോ അച്ഛ, എനിക്കതൊന്നും പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല. ജീവിതം തന്നെ ഇനി മുന്നോട്ട് എങ്ങനെയെന്നൊരു പിടുത്തവുമില്ലാതെ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെ ജീവിതം ഇത് മുന്നോട്ട് എങ്ങനെയാണെന്ന് ചിന്തിക്കണം. അത് വേണ്ട എന്നല്ല പറഞ്ഞത്. പക്ഷേ അങ്ങനെ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ മോൾക്ക് സ്വന്തമായിട്ടൊരു ചുവട് വേണം, ഒരു ജോലി വേണം. അതെന്താ മോൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തത്? മുകുന്ദനും ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. മോളെ, ഗോപി ഉണ്ടല്ലോ നിന്റെ അച്ഛൻ, അവനും ആഗ്രഹിക്കുന്നുണ്ട് മോള് സ്വന്തം കാലിൽ നിൽക്കുന്നത് കാണാനായിട്ട്. അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നില്ലേ മോൾക്കൊരു ജോലി? വൈകുന്നേരം ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മുകുന്ദനും ശ്രീയും കൂടി സംസാരിക്കുന്നത്.
കുറേ ദിവസമായി അവളോട് ജോലിയെക്കുറിച്ചും പഠിത്തത്തെക്കുറിച്ചും എല്ലാം പറയുന്നു. അവളുടെ മാനസികാവസ്ഥ തന്നെ നോക്കി ഒന്ന് നേരെയാവാൻ അതൊരു വലിയ സഹായമായിരിക്കുമെന്ന് ഇരുവർക്കും അറിയാം. പക്ഷെ പെണ്ണ് അമ്പിനും വില്ലിനും അടുക്കുന്നില്ല എന്ന് മാത്രം. എന്റെ മുകുന്ദേട്ടാ, മോളുടെ സമ്മതവും നോക്കിയിരുന്നാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഈ ജന്മത്തൊന്നും നടക്കില്ല. ഏട്ടൻ തന്നെ എവിടെയെങ്കിലും നല്ലൊരു ജോലി നോക്ക്. ഇവിടെ ഇങ്ങനെ വീട്ടിലിരുത്തി മുരടിപ്പിച്ച് കളയാൻ ഉള്ളതാണോ കുഞ്ഞിന്റെ ജീവിതം? അതുമാത്രമല്ല, റിച്ചുവിന്റെ തീരുമാനം അവൻ പറഞ്ഞു കഴിഞ്ഞു. മോൾക്കൊരു ജീവിതം വേണം. അതിന് ആദ്യമേ സ്വന്തം കാലിലൊന്ന് നിൽക്കട്ടെ. റിച്ചുവിന് എന്ന പേര് അവന്റെ തീരുമാനവും എന്ന വാക്കും കൂടെ സംസാരത്തിനിടയിൽ വന്നപ്പോൾ ശ്രീയുടെ മുഖം പെട്ടെന്നങ്ങ് മാറി. എത്ര വേണ്ടെന്ന് വെച്ചിട്ടും അത് വേദന തന്നെയായിരുന്നു അവൾക്ക്. മോളുടെ മുഖം വാടാൻ വേണ്ടിയിട്ടൊന്നുമല്ല അമ്മ പറഞ്ഞത്. മോൾ ഇനിയെങ്കിലും കാര്യങ്ങളെ മനസ്സിലാക്കണം. ഡിവോഴ്സ് ഡിവോഴ്സ് അത് നടന്നാലേ മോൾക്ക് ഇവിടെ നിൽക്കാൻ എത്ര കാലം വേണമെങ്കിലും ഞങ്ങളുടെ രണ്ടുപേരുടെയും മകളായിട്ട്. പക്ഷേ അതല്ല, മോൾക്ക് സ്വന്തമായിട്ട് തീരുമാനം വേണം. ഉറച്ച ജീവിതം വേണം. അതിന് മോളും ഇനി ഇങ്ങനെ കരഞ്ഞു പിഴിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. എല്ലാത്തിൽ നിന്നും പുറത്ത് വരണം മോളെ. വന്നാൽ മാത്രമേ മോൾക്കൊരു ജീവിതമുള്ളൂ. അതിന് മോള് ആദ്യം ഒരു ജോലിക്ക് പോകുന്നത് ഏറ്റവും നല്ലതാണ്. മോളുടെ അച്ഛനൊരു കാര്യം പറയട്ടെ. മോളെ, അച്ഛൻ്റെ കൂടെ കമ്പനിയിലേക്ക് വാ. അവിടെ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്ത് നമുക്കങ്ങ് കൂടാവുന്നേ. എന്താണ് അപ്പനും മകളും കൂടി ഇവിടെ ഒരു വലിയ ഗൂഢാലോചന എന്ന് ചോദിച്ചുകൊണ്ട് അമ്മു അവരുടെ ഇടയിലേക്ക് കയറി വന്നത്. ആഹാ, വായാടിമറി എങ്ങി എത്തിയോ? എന്നാലും ഞങ്ങളൊരു രഹസ്യം പറയുമ്പോൾ തന്നെ കൃത്യം നീ എങ്ങനെയാടി എത്തുന്നത്? അമ്മുവിനെ നോക്കി അച്ഛൻ അത് ചോദിച്ചപ്പോൾ അവളൊരു കള്ളച്ചിരി അങ്ങ് ചിരിച്ചു. ഇനി പറ, എന്താണ് അപ്പനും മകളും കൂടി ഇവിടെ ഒരു ചർച്ച നടത്തിക്കൊണ്ടിരുന്നത്? കണ്ടിട്ട് എന്തോ സീരിയസ് ആയ മാറ്റർ ആണെന്നാണല്ലോ തോന്നുന്നത്. മൂന്നുപേരുടെയും മുഖഭാവം കണ്ടിട്ട് എന്തോ കാര്യമായ ചർച്ച ഇവിടെ നടക്കുന്നത് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ എന്നോടും കൂടി പറയേ. അതും പറഞ്ഞുകൊണ്ട് അവൾ ആ സെറ്റിയിലേക്കിരുന്നു. എൻ്റെ അമ്മു, അത്ര വലിയ രഹസ്യം ചർച്ചയൊന്നുമല്ല. നീ രാവിലെ ജോലിക്ക് പോവും. റിയയുടെ കാര്യം പിന്നെ ഏതാ എന്താ എന്നൊന്നും നമുക്കറിയത്തില്ല. അച്ഛനാണെങ്കിൽ ഓഫീസിലും പോവും, ഞാൻ അമ്പലത്തിലും. പിന്നെ ഈ വലിയ വീട്ടിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളുമായിട്ടൊക്കെ നമ്മളിങ്ങനെ നടക്കും. അതിനിടയ്ക്ക് ക്ഷീണമുള്ളത് കൊണ്ട് നേരത്തെ കയറി കിടന്നുറങ്ങും. ഈ കൊച്ചി ഇവിടെ ഇങ്ങനെ ഇരുന്ന് മുരടിക്കുക. ആ മുരടിക്കുന്ന ഭാവമാണെങ്കിൽ അത് ശരിയല്ലല്ലോ. അതുകൊണ്ട് മോളോട് എന്തെങ്കിലും പഠിക്കാൻ അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകാനൊക്കെ പറയായിരുന്നു അച്ഛനും ഞാനും കൂടെ. അതിപ്പോഴെങ്കിലും പറയാൻ കിളവൻസിന് തോന്നിയല്ലോ. ഞാൻ എന്നു തൊട്ട് ഇവളോട് പറയുന്നു ഇങ്ങനെ അടഞ്ഞുകൂടിയിരിക്കാതെ എന്തിനെങ്കിലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ. എന്തിനും ബ്യൂട്ടി പാർലറിൽ വരാൻ 1000 പ്രാവശ്യം വിളിച്ചിട്ട് പോലും വരാത്ത ടീമാണ്. ഞാൻ 3 പേരോടും കൂടി എൻ്റെ തീരുമാനം പറയുക. നാളെ മുതൽ മോൾ എൻ്റെ കൂടെ ഓഫീസിൽ വരും. ഇനി ഇവിടെ ഇങ്ങനെ ഇരുന്ന് ബോറടിക്കുന്നില്ല. ഞങ്ങൾ രണ്ടുപേരോടും ആ ഓഫീസിൽ അങ്ങനെ കറക്കി നടക്കും, അല്ലേ മോളെ? അതും ചോദിച്ചുകൊണ്ട് മുകുന്ദൻ ശ്രീയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അവിടെ പ്രത്യേകിച്ച് ഭാവവ്യത്യാസങ്ങളൊന്നുമില്ല. നിർവികാരമായി അവിടെ അങ്ങനെ ഇരിപ്പുണ്ട്. എൻ്റെ അച്ഛ, ഓഫീസിൽ കൊണ്ട് ഇതിനെയും കൂടെ ശ്വാസം മുട്ടിച്ച് കൊല്ലാനാണോ ഭാവം? ഒന്നാമത് അവൾക്ക് ഓവർ ടെൻഷനും ആൻസൈറ്റിയും ഒന്നും പറ്റത്തില്ല. ഇനി ഓഫീസിലെ ടെൻഷനും അതിൻ്റെ തലയിലോട്ട് വെച്ച് കൊടുക്കേണ്ട. അച്ഛന് പറ്റുവാണെങ്കിൽ എവിടെയെങ്കിലും പഠിപ്പിക്കാനൊന്ന് കയറ്റിവിട്. ഇവളാണെങ്കിൽ വീണ്ടും അതൊക്കെ ഇങ്ങനെ നിന്നോളും. പഠിപ്പിക്കാനാണ് ആളുടെ പാഷൻ. അതറിഞ്ഞുകൂടെ ഇതുവരെയായിട്ടും രണ്ടിനും. അമ്മു അത് പറഞ്ഞപ്പോഴാണ് മുകുന്ദനും അതേപ്പറ്റി ചിന്തിക്കുന്നത്. അവൾക്ക് പഠിപ്പിക്കാൻ ഒത്തിരി ഇഷ്ടമാണെന്ന് ഗോപി പല പ്രാവശ്യം തന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി ശ്രമിച്ചതുമാണ്. പക്ഷേ ഒന്നും ശരിയായില്ല എന്ന് മാത്രം. വീട്ടിൽ ഒത്തിരി കുട്ടികളൊക്കെ വലിയ ട്യൂഷനൊക്കെ സെൻ്ററൊക്കെ പോലെ നടത്തിയിട്ടുണ്ടായിരുന്നു. കല്യാണത്തോടെ അതിനും തീരുമാനമായി. മോളെ, അച്ഛൻ എവിടെയെങ്കിലും സ്കൂളിൽ കയറ്റിട്ടെ മോളെ. അതൊന്നും വേണ്ടച്ചാ, അതൊക്കെ ഒത്തിരി കാശൊക്കെ ആകും. നമ്മൾ ഡൊണേഷനൊക്കെ കൊടുക്കണം. ഡിവോഴ്സായി ഈ വീട്ടിൽ നിന്ന് പോകുന്ന എനിക്ക് വേണ്ടി എന്തിനാ അച്ഛൻ കാശ് മുടക്കുന്നത്? അല്ലേ തന്നെ ഒത്തിരി കാശ് ഞങ്ങൾക്ക് വേണ്ടി മുടക്കിയില്ലേ? ഇനിയൊന്നും വേണ്ട. ഇനി അതിനും കൂടെ കണക്ക് കേൾക്കാൻ എനിക്ക് വയ്യാഞ്ഞിട്ടാ. മോളോട് ഇതിൻ്റെ കാര്യത്തിന് ആരും ഒന്നും പറഞ്ഞു വരില്ല. പിന്നെ റിയ പറയുന്നതൊന്നും കാര്യമാക്കി എടുക്കേണ്ടതുമില്ല. അവളല്ല ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പിന്നെ അവൾ പറയുന്ന കണക്കൊന്നും കേൾക്കേണ്ട ആവശ്യവുമില്ല. അവൾക്ക് വീട്ടിൽ എന്തൊക്കെ അധികാരവും അവകാശവുമുണ്ടോ അതെല്ലാം തന്നെ മോൾക്കുമുണ്ട്. പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണെന്ന് മോളോട് ഇനി പ്രത്യേകിച്ച് പറയുന്നു വേണ്ടല്ലോ, അല്ലേ?
ഇനിയെങ്കിലും അമ്മയുടെ മോള് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ജീവിച്ചു തുടങ്ങണം. ഇനി ഒരിക്കലും ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യരുത് കേട്ടോ. നിമ്മി അത് പറയുമ്പോൾ അവൾ ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ ദയനീയത നന്നായി കലർന്നിരുന്നു. തനിക്ക് ആരോടും വഴക്കിടാനോ ഒന്നും വയ്യ. തനിക്ക് വേണ്ടി ഒത്തിരി ഇവർ ചെയ്തിട്ടുണ്ട്. അത് മാത്രം മതി. ഇനി 1 രൂപ പോലും അവരെയും കൊണ്ട് മുടക്കിക്കരുതെന്ന ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ മനസ്സിൽ. അല്ലച്ചാ, ഇന്ന് രാവിലെ പത്രത്തിലുണ്ടായിരുന്നല്ലോ MS കോളേജിലേക്ക് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ ഡെയിലി വേർഡ്സിന് സ്റ്റാഫിനെ എടുക്കുന്നെന്ന്. അതൊന്ന് നോക്കിയാലോ? അത് കൊള്ളാലോ മോളെ. പറഞ്ഞ പോലെ ഡൊണേഷൻ ഒന്നും വേണ്ടി വരില്ല. മോളുടെ സർട്ടിഫിക്കറ്റും പെർഫോമൻസും മാത്രം മതി. ആ ജോലി ഉറപ്പായിട്ടും കിട്ടും. അത് വേണോ അച്ഛാ? ഋഷികേശ് അവിടല്ലേ പഠിക്കുന്നത്? ഇപ്പോൾ തന്നെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇവിടെ ഉണ്ടാക്കുന്ന അതൊന്നും മോള് കാര്യമാക്കേണ്ട കാര്യമില്ല. മോൾക്കൊരു ജോലി വേണം. അത് കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. അല്ലാതെ അവൻ അവിടെ പഠിക്കുന്നു ഇവിടെ പഠിക്കുന്നു എന്നൊന്നും മോള് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊന്നും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ജീവിക്കാൻ കഴിയില്ല എൻ്റെ കുട്ടി. അമ്മു, നീ ആ പത്രം അഡ്വർടൈസ്മെൻറ്റ് നോക്കി അതിൽ നിന്ന് ഫോൺ നമ്പർ ഒന്ന് വിളിച്ചേ. എന്നതാ അവരുടെ വോക്കിംഗ് ഇൻ്റർവ്യൂ എന്താ കാര്യങ്ങളെന്നൊക്കെ ഒന്ന് അന്വേഷിക്കും. മോളുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനമുണ്ടാക്കണം. ശ്രീ എന്തെങ്കിലും മറുത്തു പറയുന്നതിന് മുൻപ് തന്നെ എല്ലാ കാര്യങ്ങൾക്കും അച്ഛനും മകളും കൂടി തീരുമാനമുണ്ടാക്കിയിരുന്നു. അവൾക്ക് ഫുൾ സപ്പോർട്ട് നൽകി നിമ്മിയമ്മയും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ റാഫേൽ. ഇനിയാണ് നമ്മുടെ കഥയുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഭാഗം തുടങ്ങാൻ പോകുന്നത്. തനിക്കിഷ്ടമില്ലാത്ത ഭാര്യ സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ പഠിപ്പിക്കാൻ വരുന്ന ടീച്ചറായാലോ? എന്തായിരിക്കും റിച്ചുവിൻ്റെ പ്രതികരണം? അല്ലെങ്കിൽ വീട്ടിലെ വഴക്കിൻ്റെ ബാക്കി കോളേജിലും തുടങ്ങുമോ രണ്ടും കൂടെ? അത് ഒരു വശത്തോട് അങ്ങനെ പോകുമ്പം നമ്മുടെ ഉണ്ണിയും റിയയും തമ്മിൽ സ്വരച്ചേർച്ചകൾ തുടങ്ങി ഇനി അത് വലിയ വഴക്കിലേക്ക് അവസാനിക്കുമോ? എനിക്ക് ഇതിന് ബാക്കി അറിയാൻ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ക്യൂരിയോസിറ്റിയും കൂടി കേട്ടോ. നിങ്ങൾക്കും അതേ ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കൂ. ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.